السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زهزه عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم إنكم سترون ربكم كما ترون القمر ليلة البدر. قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة محمد صلى الله عليه وسلم. ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്, അതിൽ നിന്ന് മെല്ലയിറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമിൽ ഒരുക്കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. വേദിയിൽ പുരുഷരായ ബഹുദരായ പണ്ഡിത മഹത്തുക്കളെ, മറ്റു സംഘാടകരെ, വിശിഷ്ട അതിഥികളെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, ഉമ്മ പൊങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ.
നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, വിശിഷ്യ നമ്മുടെ ഉസ്താദന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും കിടക്കുന്നില്ല. വലിയ സന്തോഷമുണ്ട്. കുറെ ചെറുപ്പക്കാർ ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ദീനിനെയൊക്കെ മറന്ന് അവനവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന യുവത്വത്തിന്റെ നടുവിൽ ഒരു വിഭാഗം മനുഷ്യസ്നേഹികളായ നല്ല ചെറുപ്പക്കാർ സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രഭാഷണ മജ്ലിസാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കൂട്ടത്തിൽ എന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന, എന്റെ വയല് കേൾക്കുകയും ഇവിടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഹബീബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ സഹോദരൻ ഇന്ന് മണ്ണിനടിയിലാണ്. അള്ളാഹു ആ മണ്ണറ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സഹോദരന്റെ കുടുംബത്തിന് അള്ളാഹു സമാധാനവും ക്ഷമയും അതിനു പകരം സ്വർഗവും അള്ളാഹു അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, സമയം 10 മണി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഒരു 1.5 മണിക്കൂർ അൽഹംദുലില്ലാഹ് നല്ല കാര്യം പറയണം, എന്നിട്ട് സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ്. എല്ലാരും ഇങ്ങനെ പുറത്ത് നിൽക്കുക. അകത്തോട്ട് കയറണോ ഇല്ലയോ എന്നുള്ള ആലോചനയിൽ പുറത്ത് നിൽക്കുന്നവരോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസർ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിലിരിക്കുക. ഇത് പുറത്ത് നിൽക്കണവർക്കുള്ളതാട്ടാ. അസർ നമസ്കാരം കഴിഞ്ഞ് നബിതങ്ങൾ ഇങ്ങനെ പള്ളിയിലിരിക്കുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ആ പള്ളിക്കകത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണിച്ചിട്ട് പറഞ്ഞു, നബിയെ, ഈ ഇരിക്കുന്ന മനുഷ്യൻ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോകും. പള്ളിക്കകത്തിരിക്കുന്ന ഒരു സഹാബിയെ കാണിച്ചിട്ട് പറയുകയാ, മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഈ ചങ്ങാതി മരിച്ചുപോകും, അതൊന്ന് പറഞ്ഞേക്കണം നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞാലുള്ള പ്രയാസം അറിയാമല്ലോ, അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് മരണത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ ആ സഹാബിക്ക് മനസ്സിലായി എന്റെ മരണം അടുത്തെന്ന്. അവസാനം സമാധാനത്തിന് നബിതങ്ങൾ ആ സഹാബിയോട് പറഞ്ഞു, നിങ്ങളുടെ ആയുസ്സിൽ കുറച്ചു മാത്രമേ ബാക്കിയുള്ളൂ, നിങ്ങൾ എത്രയും പെട്ടെന്ന് മഗ്രിബിന് മുമ്പ് നിങ്ങൾ മരണപ്പെടും. ആ ചെറുപ്പക്കാരനോട് നബിതങ്ങൾ മരണവാർത്ത പറഞ്ഞപ്പോ ആ സഹാബി നബിതങ്ങളോട് ചോദിച്ചു, എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ പറഞ്ഞതാ, എന്തായാലും ഞാൻ കുറച്ചു നേരം കൂടെ ജീവിക്കുകയുള്ളൂ, അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു തരാൻ നബിതങ്ങളോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുവാനോ ദിക്റ് പറയുവാനോ സദഖ കൊടുക്കുവാനോ ദുആ ചെയ്യാനല്ല പറഞ്ഞത്. ആ സഹാബിയോട് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തത് ഇൽമു പറയുന്ന മജ്ലിസിൽ പോയിരിക്കാൻ. ആ പള്ളിക്കകത്തിരുന്ന് ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ മജ്ലിസിൽ നീ പോയിരിക്ക്, നിനക്കതാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഈ ഇരിക്കുന്നവർക്കും ഈ പുറത്തു നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് സ്വർഗമാണെന്ന്. ദുനിയാവിൽ 2 സ്വർഗമേ ഉള്ളൂ. ആ 2 സ്വർഗത്തിൽപ്പെട്ട ഒരു സ്വർഗം ഇൽമു പറയുന്ന മജ്ലിസാണെന്ന് മദ്രസയിൽ പഠിക്കുന്ന കുഞ്ഞിന് വരെ അറിയാം. എന്റെ പൊന്നാര ചങ്ങാതി, ഈ സ്വർഗത്തിൽ കയറിയിരിക്കാതെ നീ റോഡിൽ നിന്നിട്ട് എന്ത് പ്രയോജനമാണ് നിങ്ങൾക്കുള്ളത്? അതുകൊണ്ട് ആ റോഡിൽ നിൽക്കണ ചങ്ങാതിയോട് വണ്ടി പോകുന്ന വഴിയാണ്, ഒന്നുകിൽ സ്വർഗത്തിൽ കയറിയിരിക്ക്, അല്ലെങ്കിൽ പോയി കിടന്ന് റാഹത്തായിട്ട് ഉറങ്ങിക്കോ. അല്ലാഹു അവർക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറല്ല ഈമാൻ നൽകുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്
അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇലക്ഷൻ കഴിഞ്ഞില്ലേ? ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി എല്ലാവരുടെ ശബ്ദം പോയെന്ന് തോന്നുന്നു. ഒന്നും കേൾക്കണില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ എങ്ങനെ അവസാനം വരെ ഇരിക്കൂലേ? ഇൻഷാ അല്ലാഹ്. എത്ര മണി വരെ ഇരിക്കും? ഞാൻ 11:30 വരെ സമയം ചോദിച്ചുള്ളൂ. 12 മണി, കൂടുതലൊന്നും ചോദിച്ചില്ലല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും ഇരിക്കും. അൽഹംദുലില്ലാഹ്. നിക്കണ ചങ്ങാതിമാരെ, കാല് കിടക്കുമ്പോ ഇങ്ങനെ ഇരിക്കണം കേട്ടാ. ഈ സംഘാടകർ ഈ കസേര ഒന്ന് അവർക്ക് ഇട്ടു കൊടുക്കും. ഈ അടുക്കി വെച്ചിരിക്കണ കസേര കൊണ്ടുപോയിട്ട് ആ നിക്കണ ചങ്ങാതിമാർക്കൊന്ന് കൊണ്ടുകൊടുത്ത്. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷം. ഞാന് മുദരിസ് ഉസ്താദുമായിട്ട് സംസാരിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഉസ്താദ് മലയാളം നല്ല പറഞ്ഞപ്പോ ഞാൻ അത്ഭുതത്തോടെ. അൽഹംദുലില്ലാഹ്, 200-ൽ പരം വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാഹ് പഠിക്കുന്നുണ്ട് പല പല സ്ഥാപനങ്ങളിലായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഖിദ്മത്തുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഈ നാടിന്റെ വെളിച്ചമായി 40ഓളം വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഇവിടുത്തെ പള്ളിയിലും പഠിക്കുന്നുണ്ട്. അല്ലാഹു അവർക്കും നമുക്കും നാഫിയായ ഇൽമ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. മരണത്തിന് ശേഷം ആ കസേര പുറകിലിട്ട് കൊടുത്താൽ മതി. ആ കസേര പുറകോട്ടിട്ട് കൊടുത്താൽ മതി. അവര് കയറിയിരിക്കുന്നെങ്കിൽ ഇരിക്കട്ടെ, ഇനി അവിടെ കൊണ്ടിട്ട് കൊടുക്കും. നബി തങ്ങൾ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ പരലോകവും സ്വർഗവും, ആ സ്വർഗത്തിലെ അരുവികളും സ്വർഗത്തിലെ പഴങ്ങളും സ്വർഗത്തിലെ പദവികളും സ്വർഗത്തിലെ കൊട്ടാരങ്ങളും നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി ചോദിച്ചു, നബിയെ, സ്വർഗത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്താണ്? അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം, സ്വർഗത്തിന് ഇങ്ങനെ ഓരോ പ്രതിഫലമാണ്. ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നിറച്ചു വെച്ചിട്ടുണ്ട് സ്വർഗത്തിൽ. അപ്പൊ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്താ, ഏറ്റവും വലിയ പ്രതിഫലം എന്താണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരു സ്വഹാബി ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഏറ്റവും വലിയ പ്രതിഫലം എന്താണ്? നബി തങ്ങൾ പറയുന്ന, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ജനങ്ങൾ മുഴുവനും കടന്നു വരുമ്പോൾ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോതുമ്പോ ആ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണെന്ന് പറയുന്ന കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് എല്ലാവരും ഉടുതുണിയില്ലാതെ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം നഗ്നരായി കടന്നു വരുന്ന ഒരു ദിവസമുണ്ട്. ആ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ 2 വിഭാഗമായി വേർതിരിക്കും. ഫരീഖും ഫിൽ ജന്ന, ഫരീഖും ഫിസ് സഈർ. ഒന്ന് സ്വർഗത്തിന്റെ അവകാശികൾ, 2 നരകത്തിന്റെ അവകാശികൾ. അങ്ങനെ 2 വിഭാഗമായി ജനങ്ങളെ വേർതിരിച്ച് നരകത്തിന്റെ അവകാശികൾ മുഴുവനും നരകത്തിലേക്ക്, സ്വർഗത്തിന്റെ അവകാശികൾ മുഴുവനും സ്വർഗത്തിലേക്ക്. അങ്ങനെ 2 വിഭാഗമായി ജനങ്ങളെ മുഴുവനും വേർതിരിച്ചു. അങ്ങനെ അവസാനം നരകത്തിൽ നിന്ന് പുറത്തു കടക്കുന്ന മനുഷ്യനും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു കഴിഞ്ഞു. സ്വർഗത്തിന്റെ വാതിലുമടയ്ക്കുകയാണ്, നരകത്തിന്റെ വാതിലുമടയ്ക്കുകയാണ്. ഇനി ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനില്ല. 2 വാതിലുകളും അടിച്ചു കഴിയുമ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. എല്ലാവർക്കും 33 വയസ്സാണ്. ആണിനും പെണ്ണിനും 33 വയസ്സാണ്. അവിടെ കറുത്തവരില്ല, ഇരുനിറമുള്ളവരില്ല, വെളുത്തവരില്ല. എല്ലാവർക്കും ഒരേ ഒരു ഗ്ലാമറാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമാണ്. അങ്ങനെ സ്വർഗത്തിലെ പടച്ചവനെ ഇഷ്ടമുള്ളത് തിന്നാം, കുടിക്കാം, ആസ്വദിക്കാം, സുഖിക്കാം, നടക്കാം. പടച്ച
പടച്ചവനെ കഷ്ടപ്പാടില്ല, ജോലിയില്ല, നിസ്കാരമില്ല, ദുആയില്ല, ദിക്റില്ല, സദഖയില്ല, വഅദില്ല, മജ്ലിസില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അങ്ങനെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ ജനങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ സ്വർഗത്തിലൂടെ ആസ്വദിച്ചുകൊണ്ട് നടക്കുമ്പോ വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുകയാണ്. സ്വർഗത്തിലൂടെ ആസ്വദിച്ച് നടക്കുന്ന ജനങ്ങളോട് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുന്നു, ജനങ്ങളെ അതുരീദൂന ചെയ്യാ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുമ്പോ സ്വർഗവാസികൾ പറയുന്നു, അൽഹംദുലില്ലാഹ്, പടച്ചവനെ അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്കൊന്നും വേണ്ട പടച്ചവന്. അതാ സ്വർഗവാസികൾ അവിടെ നിന്നുകൊണ്ട് സലാം അവിടെ നിന്ന് അൽഹംദുലില്ലാഹ് പറയുകയാ. എന്തിനാണ് സ്വർഗവാസികൾ അൽഹംദുലില്ലാഹ് പറയുന്നത്? നബി തങ്ങൾ പറയുകയാണ്, സ്വർഗവാസികളെ പടച്ചവനോട് പറയുന്നു, അല്ലാഹ് അലമ തബയ്യദ വുജൂഹനാ, പടച്ചവനെ നാ പരലോകത്തേക്ക് കടന്നു വന്നപ്പോൾ ജനങ്ങൾ മുഴുവനും പേടിച്ച് വിറച്ചത് അതാ നിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ആ ഏറ്റവും വലിയ ചെറായ ഭയാനകമായ മസ്തറയുണ്ടല്ലോ, ആ മസ്തറയിലെ പടച്ചവനെ നീ എന്റെ മുഖത്ത് പ്രകാശം തന്നവനാ അല്ലാഹ്, എന്റെ മുഖത്തൊരു സന്തോഷം തന്നവനാ അല്ലാഹ്. ജനങ്ങൾ മുഴുവനും പേടിച്ച് വിറച്ചു നിൽക്കുന്ന പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ, അതാ ചെമ്പിന്റെ തറയിലാണ്, ഉടുതുണിയില്ല, അതാ തലയുടെ ഒരു ചാണ് മുകളിൽ ഇങ്ങനെ പടച്ചവനെ കത്തിജ്വലിക്കുന്ന ആ സൂര്യനുണ്ടല്ലോ, അതാ 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ് ഇന്ന് സൂര്യൻ നിൽക്കുന്നത്. ആ സൂര്യനെ ശ്രമിച്ചിട്ടോ 10 കാലായിട്ട് എനിക്ക് ചൂടെടുക്കുകയാണ്, എനിക്കും നിങ്ങൾക്കും ശരീരം വിയർക്കുകയാണ്, സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. എല്ലാവരും പറയുന്നത് ഉസ്താദേ വല്ലാത്ത ചൂടാണ്, വല്ലാത്ത ചൂടാണ്, രാത്രി പോലും വീടിനകത്ത് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല, വല്ലാത്ത ചൂടെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, ആരാണടാ മോനെ ചൂടെന്ന് പറഞ്ഞത്? ഇതൊക്കെ ഒരു ചൂടാണോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ചൂടുള്ള നാളുണ്ട്, കിയാമന്നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തോ ഹാലാ ചൂള, വന്തോസ വണ്ടിയോ മായി വരുന്നേ കാണാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല തങ്ങു ചെന്നാ കോള. ഉമ്മ ചോറ് വെക്കുന്നത് കണ്ടിട്ടില്ലേ? ആ കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചിട്ട് കലത്തിന്റെ മുകളിലൂടെ പുറത്തേക്ക് വരുന്നത് പോലെ മനുഷ്യന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, ആ തലച്ചോറ് തിളച്ചിട്ട് അതാ തലയുടെ മുഖത്തിലൂടെ ഒഴുകുന്ന ദിവസമാണ് മസ്തറ. ആ ഭയാനകമായ ദിവസത്തില് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ജന്മം കൊടുത്ത പിതാവോ കൂടപ്പുറപ്പോ മക്കളോ ഭാര്യയോ ഒരാള് പോലും തിരിഞ്ഞു നോക്കാത്ത ഭയാനകമായ പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് എന്റെ മുഖത്ത് നീ സന്തോഷം തന്നവനാണ് പടച്ചവന്. അല്ലാഹുവേ, കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട് കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറയുന്നത് പാപമാ, കൈ കൊണ്ട് പിടിക്കുന്നത് പാപമാ,
കാലുകൊണ്ട് നടക്കുന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പാപമാ. ഒരു ദിവസം ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പോലും കണക്കമില്ലാത്ത, കണക്കെടുക്കാൻ കഴിയാത്ത മഹാപാപിയായ ഞാന് നരകത്തിന്റെ അടിയിൽ കിടന്ന് കരിയണ്ടവനാ അല്ലാഹ്. ഞാൻ നരകത്തിന്റെ അവകാശിയാ അല്ലാഹ്. എന്നിട്ടും പടച്ചറപ്പേ എന്നെ നീ രക്ഷപ്പെടുത്തിയല്ലോ അല്ലാഹ്. ആ നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയല്ലോ പടച്ചവന്. ജനങ്ങൾ പറയുന്നു നാഥാ, സ്വർഗത്തിന്റെ പരിമളം 500 വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശുമെന്നാണ്. ആ സ്വർഗത്തിന്റെ പരിമളം പോലും ശ്വസിക്കാൻ അർഹതയില്ലാത്ത എനിക്ക് പടച്ചവന് നിന്റെ ഔദാര്യം കൊണ്ട് നീ എനിക്ക് സ്വർഗം തന്നല്ലോ അല്ലാഹ്. അമ്പിയാക്കളും ഔലിയാക്കളും ആരിഫീങ്ങളും സുഹദാക്കളും സ്വഹാബത്തും താബീങ്ങളും തബഉ താബീങ്ങളും ഇമാമുമാര് ഔലിയാക്കന്മാര് സയ്യിദന്മാര് പണ്ഡിതന്മാര് ഹാഫിളീങ്ങള് ആലിമീങ്ങള് ആബുദീങ്ങള് സാലിഹീങ്ങള് നീ ഇഷ്ടപ്പെട്ടവര് മാത്രം കിടക്കുന്ന നിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് കിടക്കാൻ നീ എനിക്ക് അനുവാദം തന്നല്ലോ റബ്ബേ. അത് മതിയല്ലാ, അത് മതിയല്ലാ എന്ന് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് സ്വർഗവാസികൾ പറയുമ്പോ അല്ലാഹു പിന്നെയും ചോദിക്കുകയാ, നിനക്ക് എന്തെങ്കിലും വേണോ? എന്ത് വേണമെങ്കിലും ചോദിച്ചോ, എന്ത് വേണമെങ്കിലും ചോദിച്ചോ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പറയുമ്പോ സ്വർഗവാസികൾ പറയുന്നു, ഒരേ ഒരാഗ്രഹമുണ്ട് പടച്ചവന്, ഒരേ ഒരാഗ്രഹമുണ്ട് പടച്ചവന്. എന്താണ് ഞങ്ങളുടെ ആഗ്രഹമെന്നറിയുമോ? ഞങ്ങൾ വാപ്പാനെ കണ്ടവരാണ്, ഉമ്മാനെ കണ്ടവരാണ്, കൂടപ്പിറപ്പുകളെ കണ്ടവരാണ്, കുടുംബക്കാരെ കണ്ടവരാണ്, ഭാര്യ സന്താനങ്ങളെ കണ്ടവരാണ്. പടച്ചവനെ ദുനിയാവ് കണ്ടവരാണ്, ദുനിയാവിലെ ആഡംബരങ്ങൾ കണ്ടവരാണ്, അസ്റായിലിനെ കണ്ടവരാണ്, ഖബറ് കണ്ടവരാണ്, സിറാത്ത് കണ്ടവരാണ്, മീസാന് കണ്ടവരാണ്, സ്വർഗം കണ്ടവരാണ്, നരകം കണ്ടവരാണ്, മലക്കുകളെ കണ്ടവരാണ്. 1,24,000 പരം വരുന്ന പ്രവാചകന്മാര് ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടറബേ, എല്ലാം ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട് നാഥാ. എന്നാൽ പടച്ചവനെ പള്ളികളുടെ മിനാരത്തിൽ നിന്ന് ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാഹ് അല്ലാഹുവിന്റെ പള്ളികളുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോൾ ജനങ്ങളിലധികം പേരും അവരുടെ ദൈവങ്ങളെ കണ്ടുകൊണ്ട് ആരാധിച്ചവരാണ്. പടച്ചവനെ കൈയില്ലാത്ത, കണ്ണില്ലാത്ത, കാലില്ലാത്ത, ശരീരമില്ലാത്ത നീ എങ്ങനെയാണ് ഇരിക്കുന്നത് പോലും നിനക്കറിയില്ല അല്ലാഹ്. പടച്ചവനെ എന്നിട്ടും നിന്നെ ഞങ്ങൾ ആരാധിച്ചവരാ തമ്പുരാന്, നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തവരാണ് തമ്പുരാന്. പടച്ച റബ്ബേ, ഇന്നുവരെ നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല നാഥാ. നിന്നെ കാണണം പടച്ചവന്, നിന്നെ ഞങ്ങൾക്കൊന്ന് കാണണം തമ്പുരാന്. നിന്നെ കാണാനാണ് ഈ സ്വർഗത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നത്. അതുകൊണ്ട് നിന്നെ ഞങ്ങൾക്ക് കാണണം പടച്ചവന്, നിന്റെ ലിഖാ കാണണം പടച്ചവന്. അങ്ങനെ ജനങ്ങൾ മുഴുവനും നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് പറയുമ്പോ അതാ ഒരു ശബ്ദം കേൾക്കുകയാ, അതാ ഒരു ശബ്ദം കേൾക്കുകയാ. എല്ലാവരും അവരുടെ തല ഇങ്ങനെ ഉയർത്തുകയാണ്. ആ സമയത്ത് ഫയറുഫഉൽ ഹിജാബ് പടച്ച റബ്ബ് അല്ലാഹു അങ്ങ് മറയെടുത്ത് മാറ്റുകയാ. അല്ലാഹു തന്റെ മറയെടുത്തങ്ങ് മാറ്റുകയാണ്. ഫയൻദുറൂന ഇലാ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, അല്ലാഹുവിനെ എല്ലാവരും അങ്ങ് കാണുകയാ. ആ പടച്ച റബ്ബിനെ എല്ലാവരും അവിടെ നിന്ന് കാണുകയാ. വുജൂഹു യൗമഇദിൻ നാദിറാ ഇലാ റബ്ബിഹാ നാദിറാ.
നബി തങ്ങൾ അവിടെന്ന് പറഞ്ഞല്ലോ, ഇന്നകും സതറൗന റബ്ബകും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദരി. ആകാശത്ത് 14 രാവിലെ ആകാശത്തേക്ക് നോക്കിയാൽ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ നമ്മുടെ ഇതേ കണ്ണുകൊണ്ട് ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കാണുകയാ, അല്ലാഹുവിനെ കാണുകയാണ്. അല്ലാഹു പറയുന്നു, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്ന. അല്ല നാളെ സലാം പറയുമടോ, അല്ല നമ്മളോട് സലാം പറയുമടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബ, സ്വർഗത്തിലൊരടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം അത് പടച്ച റബ്ബിന്റെ ലിഖാ കാണലാ, അല്ലാഹുവിനെ കാണലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിൽ പോകുമ്പോ, സ്വർഗത്തിലൂടെ പോകുന്ന ഒരു മനുഷ്യനോട് അല്ലാഹു ചോദിക്കേണ്ട, ചങ്ങാതി ഒക്കെ വല്ലതും വേണമെങ്കിൽ നീ ചോദിക്ക്, എന്തെങ്കിലും ആഗ്രഹണ്ട? ഒന്നുമില്ല പടച്ചോനെ. അല്ലാഹുവേ, നീ പരലോകത്ത് വന്നപ്പോ എല്ലാവരും പേടിച്ച് വിറച്ച് തലതാഴ്ത്തിയിരുന്ന ദിവസം നീ എന്റെ മുഖത്ത് സന്തോഷം തന്നു. ഞാൻ നരകത്തിന്റെ അവകാശിയ, എന്നെ അതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് കയറാൻ അനുവാദമില്ലാത്ത, അർഹതയില്ലാത്ത എനിക്ക് നീ സ്വർഗം തന്നു പടച്ചവനെ. ഇത് മതി അല്ലാഹ്, എനിക്കിതിനേക്കാൾ എന്താ വേണ്ട പടച്ചവൻ? അൽഹംദുലില്ലാ. അല്ല പിന്നെയും ചോദിക്കുന്നു, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക്, എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക്. ആ സമയത്ത് പറയുന്നു, പടച്ചവനെ, ഉപ്പയെ കണ്ടു, ഉമ്മയെ കണ്ടു, കൂടപ്പുറപ്പിനെ കണ്ടു, മക്കളെ കണ്ടു, ഭാര്യയെ കണ്ടു, ദുനിയാവ് കണ്ടു, അസ്റായിലിനെ കണ്ടു, ഖബറ് കണ്ടു, മലക്കുകളെ കണ്ടു, മഹ്ശറ കണ്ടു, സിറാത്ത് കണ്ടു, മീസാൻ കണ്ടു, പ്രവാചകന്മാരെ കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു, എല്ലാരെയും ഞാൻ കണ്ടു പടച്ചവനെ. നിന്നെ ഇതുവരെ കണ്ടില്ല അല്ലാഹ്. പടച്ചവനെ, നിന്നെ കാണാൻ വേണ്ടിയാ ഞാൻ ജീവിച്ചത്. ഈ സ്വർഗത്തിൽ വന്നതുപോലും നിന്നെ കാണാൻ വേണ്ടിയാ പടച്ചവനെ. നിന്നെ എനിക്കൊന്ന് കാണണം തമ്പുരാനെ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മറയെടുത്ത് മാറ്റും. എല്ലാവരും അല്ലാഹുവിനെ കാണും. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ഉറക്കപ്പുറ പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അപ്പൊ ഇങ്ങനെ നടന്നാ കാണാൻ പറ്റുമോ? നമ്മളിപ്പോ ജീവിക്കുന്നത് പോലെ ജീവിച്ച അള്ളാനെ കാണാൻ പറ്റുമോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഒന്ന് എഴുന്നേറ്റ് എല്ലാരും. എന്താ കസേര ഒന്ന് മുമ്പോട്ട് കയറ്റിയിട്ട് എല്ലാരും. എനിക്ക് കൊറോണ ഒന്നുമില്ല, ഇങ്ങോട്ട് കയറ്റിയത്. ഒന്ന് മുമ്പോട്ട് കേട്ടിട്ട്. നിങ്ങൾക്ക് മലയാളം മനസ്സിലാവണില്ല? ആ മതി, അവിടെ മതി, ക്യാമറയുടെ ഫ്രണ്ട് വരെ മതി. ആ എല്ലാരും മുമ്പോട്ട് കസേര നീക്കിട്ടെ. സഹോദരൻ ആലോചിക്കുക, നീക്കണോ വേണ്ടയോ എന്ന്. ഇത് നിയമസഭ, രാജ്യസഭ സീറ്റൊന്നും അല്ലല്ലോ. കയറിയിരുന്ന ഇൻഷാ അല്ലാഹ് എല്ലാരും ഫ്രണ്ടിലോട്ട് കയറിക്കുക. അൽഹംദുലില്ലാ. സഹോദര, തിരിഞ്ഞു നോക്കണ്ട, ആരും വരത്തില്ല കൂടെ, സ്വന്തം കാര്യം നോക്ക്. എല്ലാരും തിരിഞ്ഞു നോക്കുന്നത്. ഒരാളോടൊരു നന്മ പറയുമ്പോ നമ്മൾ ആരാണ് കയറിയിരിക്കുന്നത്, നമുക്ക് കയറിയിരിക്കാന്നല്ല. ഇരിക്കുന്നു, മുന്നോട്ട് കയറിക്കോ. ചങ്ങാതി, ഇനി ആരും ഇങ്ങോട്ട് കയറാനില്ലല്ലോ സ്റ്റേജില്. നിങ്ങൾ ആരെങ്കിലും ഇറങ്ങി പോകുന്നവരുണ്ടോ? ഇപ്പൊ ആരും ഇറങ്ങി പോകാൻ വേണ്ട, ആരും കയറാൻ വേണ്ട, മുന്നോട്ട് കയറിക്കുക എല്ലാവരും. അൽഹംദുലില്ലാ. ആ പുറത്തേക്കണ ചങ്ങായിമാരൊക്കെ കയറിയിരിക്കുക. നിങ്ങൾ ആരും ഇരിക്കുന്നില്ലേ? പോയിരിക്കുക ചങ്ങായിമാര്. ബക്കറ്റ് പിരിവുണ്ടോ? അവസാനം എടുത്താ പോലെ. അൽഹംദുലില്ലാ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. കസേര സെന്ററിൽ ഇരിക്കുന്നവര് കസേര ഇട്ടിട്ടാ. ഈ സെന്ററിൽ ഇരിക്കേണ്ടവര് കസേര എടുത്ത് സെന്ററിൽ കയറി ഇരുന്നാണ്. ഇനി ആരും ഇറങ്ങി പോകാനില്ല, വഴി അടഞ്ഞു. അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു തരുമാറാകട്ടെ. അവിടെ ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിൽ സഈർ. ഒന്ന് സ്വർഗത്തിന്റെ അവകാശി, രണ്ട് നരകത്തിന്റെ അവകാശി. ഇവിടെ ഇപ്പൊ സ്വർഗത്തിന്റെ അവകാശികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആരും പോണ്ടെന്ന് പറഞ്ഞ് കയറിയിരിക്കും. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹുവിനെ കാണണം. അള്ളാനെ കാണണമെങ്കിൽ ഇങ്ങനെ നടന്നാൽ പറ്റുമോ? പറ്റുമോ? നിങ്ങൾ എന്താ മനുഷ്യന്മാരെ പറ്റുമോ? നമ്മൾ ഇപ്പൊ ജീവിക്കുന്നത് പോലെ ജീവിച്ച അള്ളാനെ കാണാൻ പറ്റുമോ? നമ്മൾ നരകത്തിന്റെ അടിവല്ലം പോയി കിടന്ന് ശൈത്താനെ കാണാനേ പറ്റത്തുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ സ്വഭാവവും നമ്മളുടെ ജീവിതവും നമ്മുടെ പ്രവർത്തനങ്ങളും വെച്ച് നോക്കിയാൽ സ്വർഗത്തിൽ പോകാനല്ല, നമ്മൾ നരകത്തിൽ പോകാനുള്ള പ്രവർത്തനമായി ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ പിന്നെ സ്വർഗത്തിൽ പോകാനുള്ള വഴി എന്താ?
അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള വഴി എന്താ? ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികളാണ് നമ്മൾ നോക്കേണ്ടത്. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അപ്പൊ അങ്ങോട്ട് പോകാനുള്ള ചില വഴികൾ ഞാൻ പറഞ്ഞു തരാം. ഒന്ന് പൊക്കൂടെ? ഇൻഷാ അല്ലാഹ് പറ. അള്ളാഹുവെ, ആരാണോ ഈ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നത്, ആ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. അപ്പൊ വേണമെന്ന് വെച്ചാ ചക്ക, ഇത് പഴഞ്ചൊല്ലില്ലേ? ഇവിടെ അങ്ങനെയല്ല, വേണമെന്ന് വെച്ചാൽ അപ്പൊ പറ്റും നമുക്ക്. അള്ളാഹു നമ്മുടെ ഈ ശബ്ദം നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. പുറത്തു നിന്ന് കാല് കിടക്കുമ്പോഴെങ്കിലും കയറിയിരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു അവർക്കും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ പോകാനുള്ള വഴി എന്താ? അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള വഴി എന്താണ്? ആ പടച്ച റബ്ബിനെ കണ്ടുമുട്ടാനുള്ള വഴി എന്താണ്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാണ്. നാളെ പടച്ച റബ്ബിനെ കണ്ടുമുട്ടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അതിന് അള്ളാഹു തന്നെ പറഞ്ഞു തരുന്ന വഴി എന്തെന്നറിയുമോ? അള്ളാഹും അവന്റെ പ്രവാചകനും നമ്മളോട് പറഞ്ഞു തരികയാണ്. അങ്ങോട്ട് ചെന്ന് അള്ളാഹനെ കണ്ടുമുട്ടാനുള്ള വഴി എന്താണ്? ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? വമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഒന്നാമതായി പറഞ്ഞു തരികയാണ്. ആർക്കാണ് സ്വർഗത്തിൽ പോകേണ്ടത്? ആർക്കാണ് പടച്ച റബ്ബിനെ കണ്ടുമുട്ടേണ്ടത്? അള്ളാഹനെ കാണാൻ ആഗ്രഹമുള്ളവരോട് പടച്ച റബ്ബ് പറഞ്ഞ ഒന്നാമത്തെ കാര്യമെന്താ? വമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹാ. അള്ളാഹു പറയുകയാണ്, നീ നല്ല കാര്യങ്ങൾ ചെയ്യണേ. നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന നന്മകൾ നീ ചെയ്യണേ. നിസ്കരിക്ക്, നോമ്പ് പിടിക്ക്, ഖുർആൻ ഓത്, സദഖ കൊടുക്ക്, ദിക്ർ പറയ്. എന്തെല്ലാം നന്മകൾ നിനക്ക് ചെയ്യാൻ കഴിയുമോ, കഴിവിന്റെ പരമാവധി നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യ്. നല്ല കാര്യങ്ങൾ ചെയ്താ നിനക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന പലരും ചിന്തിക്കുകയാണ്, എന്തായാലും എനിക്കതിനുള്ള ഭാഗ്യം കിട്ടുമല്ലോ, എന്തായാലും എനിക്കതിനുള്ള ഭാഗ്യം കിട്ടുമല്ലോ. കാരണം ഞാൻ ഒരുപാട് നന്മ ചെയ്യുന്നവനാണ്, ഞാൻ ഒരുപാട് നിസ്കരിക്കുന്നവനാണ്, ഞാൻ ഒരുപാട് സദഖ കൊടുക്കുന്നവനാണ്, ഞാൻ ഒരുപാട് ദിക്റുകൾ പറയുന്നവനാണ്, ഒരുപാട് നന്മകൾ എനിക്കുണ്ടെന്ന് ഞാനും നിങ്ങളും കരുതുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ ചെയ്ത അല്ലാഹു സ്വീകരിച്ചെന്ന് ഉറപ്പുള്ള ഒരേ ഒരു നന്മ, നീ ഒരുപാട് നന്മ ചെയ്തവനാണ്, പക്ഷേ നിനക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ നീ ചെയ്ത ഒരു നന്മ, ഒരു റക്അത്ത് നിസ്കാരമാകട്ടെ, നീ പറഞ്ഞ ഒരു ദിക്റാകട്ടെ, നീ കൊടുത്ത ഒരു സദഖയാകട്ടെ, നീ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് െന്ന് പറയാതെ നമ്മളിൽ ആർക്കാ കഴിയുക? പടച്ചവനെ, ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് നിസ്കരിക്കുന്നവരാ. നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ധൈര്യമായിട്ട് പറയാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയുമോ? ഇവിടെ നമ്മൾ ഒരുപാട് നന്മ ചെയ്യുന്നവരാ, നിസ്കരിക്കും നമ്മളൊക്കെ. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ ഇന്ന ആഴ്ച ഇനിയും കുൽഹുവല്ലഹി, എനിക്ക് ഏറ്റവും നമ്മൾ ഓതുന്ന സൂറത്ത്, ഏറ്റവും ചെറിയ സൂറത്ത്, 2 മിനിറ്റ് കൊണ്ട് കാക്ക കൊത്തുന്നത് പോലെ കുത്തിയിട്ട് നിസ്കരിക്കും. എന്നാ 4 പേര് കാണാനുണ്ടെങ്കിലോ സുബ്ഹാനല്ലാഹ്, എന്തൊരു ഖൗഫാണെന്നറിയും നമ്മുടെ നിസ്കാരം. ഇവിടെ നമ്മൾ എന്ത് ചെയ്താലും, നോമ്പ് പിടിച്ച നാട്ടുകാർക്കറിയാം, എന്താ നീ ക്ഷീണിച്ചു പോയത്? അത് ഞാൻ എപ്പോഴും തിങ്കളും വ്യാഴവും ഓർമ്മ വെച്ച കാലം മുതൽ നോമ്പാ, അതാ ഇങ്ങനെ, അത് പോയി. എന്റെ പൊന്നാര ചങ്ങാതി, എന്റെ മുഖമൊക്കെ വാടിയിരിക്കുന്നത്, 3 മണിക്ക് ഞാൻ എഴുന്നേക്കും, പിന്നെ സുബഹി വരെ ഞാൻ ഉറങ്ങത്തില്ല, തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ ഓതിയിരിക്കും, അത് പോയി. പിന്നെ സദഖ, പൈസ ചോദിച്ചാൽ തരും, സ്റ്റേജിൽ കയറ്റി ഇരുത്തിയിട്ട് ചോദിക്കണം. അല്ലെങ്കിൽ ചോദിക്കുക, എന്റെ ഫോട്ടോ വെക്കുവോ, വാട്സപ്പിൽ കുടുംബ പേര് വരെ, അല്ലാതെ ഗേറ്റ് പോലും തുറക്കത്തില്ല വീടിന്റെ.
ഇവിടെ ഹജ്ജ് ചെയ്ത ഹാജിയാക്കന്മാരുണ്ട്. ഞാൻ പറയാറുണ്ട്, 2001 പോയപ്പോ അങ്ങനെ ആയിരുന്നു, 2008 പോയപ്പോ ഇങ്ങനാണ്, 2015 പോയപ്പോ അങ്ങനെ 4 ഹജ്ജ് ചെയ്തെന്ന് പറയാനുള്ള വഴിയാണ്. നമ്മൾ എന്ത് നന്മ ചെയ്താലും അള്ളാഹ്ക്ക് അറിയത്തില്ല, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഇവിടെ നമ്മുടെ ഏതെങ്കിലും ഒരു നന്മ അള്ളാഹുടെ മുമ്പിൽ എത്തണ്ടേ? ഇവിടെ സ്വർഗത്തിൽ പോകാൻ 1000 നന്മയൊന്നും വേണ്ട, ഒറ്റ നന്മ ചെയ്താൽ മതി. അതല്ലേ നബിതങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ, നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ജീവിതത്തിൽ പറയേണ്ടതുപോലെ ഒറ്റവട്ടം പറഞ്ഞാൽ അവൻ സ്വർഗത്തിലാണ്. അത് മരിക്കുന്ന സമയത്ത് മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു മനുഷ്യൻ പറയേണ്ട രീതിയിൽ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പോകുന്ന. എന്നാൽ നമ്മൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ ഒരു ദിക്റിന്റെ മഹത്വം മരണ വീട്ടിൽ പോയ 70,000 എണ്ണം പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചടങ്ങ് തീർക്കാൻ തസ്ബീഹിട്ട്. ഈ പറയുന്നവൻ അറിയോ അതിന്റെ അർത്ഥം എന്താണെന്ന്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നന്മ തിന്മ തൂക്കുന്ന മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് പറഞ്ഞു. നന്മ തിന്മ തൂക്കുന്ന മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് നിബിധങ്ങൾ പറയുമ്പോ സഹാബികളോട് ചോദിച്ചു, ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ വലുപ്പം എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ വലുപ്പം നിങ്ങൾക്കറിയുമോ? അറിയില്ല നബിയെ, പറഞ്ഞു തരട്ടെ. വലാ യാ റസൂലല്ലാഹ്, ഒന്ന് പറഞ്ഞതാ നബിയെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിനകത്ത് ഈ കാണുന്ന ആകാശവും ഭൂമിയും വെച്ച് തൂക്കാൻ പറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിനകത്ത് ഈ കാണുന്ന ഭൂമിയും ആകാശവും വരെ എടുത്തു വെച്ച് തൂക്കാൻ പറ്റും. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ത്രാസ് ഈ വണ്ടി തൂക്കണ ത്രാസ. അനക്കാരും വരുന്നത് കണ്ടിട്ടില്ല. ഈ കാണുന്ന ആകാശവും ഭൂമിയും വരെ എടുത്തു വെച്ച് തൂക്കാൻ പറ്റുന്ന ത്രാസാണ് ഞാനും നിങ്ങളും ചെയ്ത നന്മ തൂക്കുന്ന ത്രാസ്. സഹാബത്ത് കരയാൻ തുടങ്ങി. എന്തേ സഹാബ കരയുന്നത്? നബിയെ, അതിനകത്ത് ഞങ്ങളുടെ നന്മ എടുത്തു വെച്ച എന്തോ കാണും പടച്ചോനെ, കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം എടുക്കണ പോലെ. ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിനകത്ത് ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ചെയ്ത നന്മ എടുത്തു വെച്ച ഒന്നും കാണില്ലല്ലോ നബിയെ. കരയുന്ന സഹാബത്തിനോട് നിബിധങ്ങൾ ചോദിച്ചു, സഹാബ, അത് നിറയ്ക്കുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെ. ആ മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കാൻ പറ്റുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെ. എന്താ നബിയെ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് മീസാനിനെ നിറയ്ക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറയേണ്ട രീതിയിൽ നീ പറ. അത് ചുമ്മാതെ പറയലല്ല, അത് പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അത് മീസാനിനെ നിറയ്ക്കും. അത് പറയേണ്ട രീതിയിൽ നീ ഒരു വട്ടം പറഞ്ഞാൽ നീ സ്വർഗത്തിലും പോകും. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ആ പറയുന്നത് പോലും നമുക്കറിയില്ല എന്താ എന്ന്. അപ്പൊ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന നന്മ ഇതാ, നമ്മളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന നന്മയുടെ വലിപ്പം ഇതാണ്. അതുകൊണ്ട് പലരും പടച്ചവനെ ചിന്തിക്കുന്നത് ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ടല്ലോ, അല്ലാഹുവേ രക്ഷപ്പെടുമെന്നുള്ള ധാരണയാണ് പടച്ചവനെ എനിക്കും നിങ്ങൾക്കുമുള്ളത്. ഒരുപാട് പടച്ചവനെ പള്ളിക്ക് കൊടുത്തിട്ടുണ്ട്, പാപങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്ന നന്മയുടെ വലിപ്പം കണ്ടിട്ട് ഒരാളും നെളിയണ്ട. ചെയ്തു വെച്ചിരിക്കുന്ന നന്മയുടെ വലിപ്പം കണ്ട് ഒരാളും നെളിയണ്ട. പടച്ചവനെ അങ്ങനെ നെളിയാനായിരുന്നെങ്കിൽ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കണം ചെറുപ്പക്കാരാ, ഉപ്പമാരെ. പടച്ചവനെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം പോലും അറിയാത്തവരാണ് നമ്മള്, അതുപോലും നേരെ പറയാത്തവരാണ് നമ്മള്. അത് പറഞ്ഞു മരിക്കുന്നവനാണ് സ്വർഗമുണ്ടെന്ന് നബിതങ്ങൾ പറഞ്ഞത്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ അവന് സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത്. നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട്, നോമ്പ് പിടിക്കുന്നവന് സ്വർഗമുണ്ട്, സദഖ കൊടുക്കുന്നവന് സ്വർഗമുണ്ട്. എല്ലാവർക്കും സ്വർഗമുണ്ട്. എന്നാൽ
ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവന് സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത്, അവന് പോയടോ അള്ളാന്റെ സ്വർഗജഗത്തിനകത്ത് കയറിക്കിടുന്നടോ. അതുകൊണ്ട് സഹോദരാ, ചെയ്തു വെച്ചിരിക്കുന്ന നന്മയുടെ വലുപ്പം കണ്ട് നെളിയണ്ട. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ പാതിരാത്രിയിൽ നബി തങ്ങളുടെ കരച്ചിൽ കേൾക്കുകയാണ്. സുജൂദിൽ കിടന്ന് കരയുന്ന നബി തങ്ങളുടെ ശബ്ദം കേട്ടിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എഴുന്നേറ്റ് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരയുകയാ. ആയിഷാ ബീവി അടുത്തേക്ക് പോവുകയാ. എന്തു പറഞ്ഞിട്ടാ കരയുന്നത്? എന്തു പറഞ്ഞിട്ടാണ് കരയുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ നബി തങ്ങളെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹുവേ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടിയുള്ള ഒരു മരണം തരണേ തമ്പുരാന്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, അങ്ങയ്ക്ക് മുറപ്പില്ലേ നബിയേ? അങ്ങയ്ക്ക് മുറപ്പില്ലേ നബിയേ? ആയിഷ, അല്ലാഹുവിന്റെ കയ്യിലായിഷ. ഒരു മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിന്റെ അടുക്കലാണ്. എപ്പോഴാണ് തിരിഞ്ഞു പോകുന്നതെന്നറിയില്ല. ഏതെങ്കിലും ഒരു മനുഷ്യന് മരിക്കാൻ കിടക്കുന്ന സമയത്ത് സകാദത്ത് കലിമ പറയാൻ അവന്റെ നാവ് പൊങ്ങണോ? അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ അതിന് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല, അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെ എളുപ്പത്തിലുള്ള ഒരു കാര്യമായിരുന്നെങ്കിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്ത് ആദ്യമായിട്ടൊരു പള്ളി കെട്ടിയിട്ട് ആ കഅബാലയത്തിന്റെ പണി കഴിഞ്ഞിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്ത ദുആ ഖുർആൻ പറയുകയാ. ഇബ്രാഹിം നബി അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹ്, നിനക്ക് സുജൂദ് ചെയ്യാൻ ഒരു പള്ളി പണിതിരിക്കുന്നു റബ്ബേ, സ്വീകരിക്കണേ അല്ലാഹ്. നാദാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബിയുടെ ദുആയാ. ചെറുപ്പക്കാരാ, ഉപ്പമാരെ, അല്ലാഹുവിന്റെ പ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ പ്രവാചകന്റെ ദുആയാണ് മരിക്കുമ്പോ മുസ്ലിമാക്കി മരിപ്പിക്കണം തമ്പുരാന്. അതാ യൂസുഫ് നബി അലൈഹിസ്സലാം, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിന തഅവീലിൽ അഹാദീസ്. ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് കയറുമ്പോ യൂസുഫ് നബിയും അല്ലാഹുവോട് പറയുന്നു, അല്ലാഹ്, യൂസുഫിന് അധികാരമല്ല, സ്വപ്ന വ്യാഖ്യാനമല്ല, യൂസുഫിന് വേണ്ടതെന്തെന്നറിയുമോ? തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ തമ്പുരാന്. യൂസുഫ് നബിയുടെ ദുആയാ. ചെറുപ്പക്കാരാ, വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രവാചകന്മാര് തന്റെ മക്കളോട് വസിയ്യത്ത് ചെയ്തത്, മക്കളെ, മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. എന്തേ അല്ല നമ്മളോടും പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന
തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നീ മുസ്ലിമായിട്ടേ മരിക്കാവൂ, നിങ്ങളും മുസ്ലിമായിട്ടേ മരിക്കാവൂ എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മളോട് പറയുമ്പോ ചെയ്തു വെച്ചിരിക്കുന്ന നന്മയുടെ വലിപ്പം കണ്ടിട്ട് ഒരാളും നെളിയണ്ട. അതുകൊണ്ട് സഹോദരങ്ങള് ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്. അതെ, തഹജ്ജുദ് നിസ്കാരമുണ്ട്, നിസ്കാരമുണ്ട്, പടച്ചവനെ തസ്ബീഹ് നിസ്കാരമുണ്ട്, പടച്ചവനെ ഒരുപാട് നിസ്കരിക്കുന്നവരാ നമ്മള്. എന്നാ നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ സഹോദര? ഒരു മനുഷ്യൻ നമസ്കരിച്ചിട്ട് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ നമ്മളെല്ലാവരും ഒരുപാട് നിസ്കരിച്ചവരാ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരാള് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് ആ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഒരു മലക്ക് മുസാഫഹത്ത് ചെയ്യും. നിസ്കരിച്ചിട്ട് എഴുന്നേക്കുന്ന ഒരു മനുഷ്യനെ ഒരു മലക്ക് കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യും. എന്നിട്ട് സന്തോഷ വാർത്ത പറയും, നീ സ്വർഗത്തിലാ, നിന്റെ പേര് സ്വർഗത്തിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീ സ്വർഗത്തിലാണ് എന്ന് നിസ്കാരം കഴിഞ്ഞ് എഴുന്നേക്കുന്ന ഒരു മനുഷ്യനോട് മലക്ക് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നാൽ ചിലര് നിസ്കരിച്ചിട്ട് എഴുന്നേൽക്കുമ്പോ മലക്കുകൾ പറയും, എടാ നശിച്ചവനെ, നഷ്ടവാളി, നീ നരകത്തില, നീ നിസ്കരിച്ചിട്ട് നരകത്തില, നിന്റെ പേര് നരകത്തിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത വഖത്ത് നമസ്കാരത്തിന് മുമ്പ് നീ തൗബ ചെയ്യാതെ മരിച്ച നീ നരകത്തില. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ല നമ്മളെ കാക്കുമാറാകട്ടെ. ഞാനും നിങ്ങളും ഒരുപാട് നിസ്കരിച്ചവരാ. എന്നാൽ ഈ നിസ്കരിച്ചിട്ട് ആരോടാ സ്വർഗത്തിലാണെന്ന് പറയുന്നത്? ഏത് മനുഷ്യനോടാണ് നീ സ്വർഗത്തിന്റെ അവകാശിയാണ്, സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് നിന്റെ പേര് എന്ന് ഏത് നിസ്കാരത്തിനാണ് മലക്കുകൾ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു ഉദാഹരണം, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് ചിന്തിക്ക്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ ഉംറ കഴിഞ്ഞു വന്നേയുള്ളൂ, അതിൻ്റെതായ ക്ഷീണങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹു നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ഹജറുൽ അസ്വദ് മുത്താൻ പോയപ്പോ ഇത്തിരി ഇടി കിട്ടി, അതിന്റെ വേദന ഇപ്പോഴാ അറിയണേ. ഹജറുൽ അസ്വദ് മുത്താൻ പോകുമ്പോഴുള്ള തിരക്കുണ്ടല്ലോ, ആ ഇടിയുടെയൊക്കെ വേദന ഇപ്പോഴാ അറിയണേ. ആരും ഹജറുൽ അസ്വദ് ഒന്നും മുത്താൻ പോണ്ട കേട്ടോ. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു താബീങ്ങളിൽപ്പെട്ട ഒരു മഹാനവറുകളുടെ കാലിലെ ഒരു വിരല് പഴുത്തു. കാലിലെ ഒരു വിരല് പഴുത്തപ്പോ വൈദ്യന്മാരെ കൊണ്ടുപോയി കാണിച്ചു. ഇപ്പൊ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ ഇത് പ്രശ്നമാണ്, ഈ വിരല് മുറിക്കണം, ഈ വിരല് മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറും, പിന്നെ പ്രയാസമാ. പഴുപ്പ് തുടങ്ങിയിട്ടുണ്ട്, കാലിന്റെ വിരല് മുറിച്ചു മാറ്റണം. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു അത് നിസ്സാരമായി കണ്ടു. വിരല് മുറിച്ചു, അത് സിമ്പിളായിട്ട് കണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോ കാലിന്റെ വേദന കൂടാൻ തുടങ്ങി. അവസാനം പ്രയാസമായപ്പോ രണ്ടാമത് വൈദ്യന്മാരുടെ മുമ്പിൽ വന്നു. അപ്പൊ വൈദ്യന്മാര് നോക്കിയിട്ട് പറഞ്ഞു, തങ്ങളെ ഇപ്പൊ വിരലല്ല മുറിക്കേണ്ടത്, മുകളിലേക്ക് പഴുപ്പ് കയറി, ഇനി കാൽപ്പത്തി മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറും, പ്രയാസമാ. ഉർവ തങ്ങൾ കാര്യമാക്കിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കാലിന്റെ പഴുപ്പ് കാൽപ്പത്തിയിൽ നിന്ന് മുകളിലേക്ക് കയറാൻ തുടങ്ങി. വേദന സഹിക്കാൻ പറ്റാതെ മൂന്നാമത്തെ പ്രാവശ്യം പോയപ്പോൾ വൈദ്യന്മാര് പറഞ്ഞു, ഇനി മുട്ടിന്റെ താഴെ വെച്ച് മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ മുകളിലേക്ക് കയറും, ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതൊന്ന് അനുസരിക്ക്. അങ്ങനെ ഉർവ റളിയല്ലാഹു തആല അൻഹു തന്റെ കാല് മുറിക്കാൻ സമ്മതിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വൈദ്യന്മാര് കാല് മുറിക്കുന്നതിന് വേണ്ടി കടന്നു വന്നു. ഉർവ റളിയല്ലാഹു തആല അൻഹു തയ്യാറെടുപ്പോടുകൂടി കാല് മുറിക്കാൻ കടന്നു വന്നു.
ആ സമയത്താണ് വൈദ്യന്മാര് മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് കള്ളു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. കുടിക്കുതങ്ങള്. ഉർവ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, എന്തിനാ കള്ളു കുടിക്കുന്നത്? കള്ളു കുടിക്കാൻ പാടില്ലല്ലോ, അത് ഹറാമാണല്ലോ. പടച്ചവനെ, വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ കാല് മുറിച്ചു മാറ്റുന്നതിന് വല്ലാത്ത വേദനയാണ്. അത് സഹിക്കാൻ കഴിയാത്ത വേദനയാണ്. അതുകൊണ്ട് അല്പം കള്ളു കുടിച്ചാൽ വേദന അറിയാതിരിക്കുമല്ലോ. പടച്ചവനെ, ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മരിച്ചാലും ഞാൻ കള്ളു കുടിക്കൂല. അവര് ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് കാല് മുറിച്ചു മാറ്റുന്നത്? ഉർവ തങ്ങൾ പറഞ്ഞു, ഞാനൊരു വഴി പറഞ്ഞു തരാം. ഉർവ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാം, കൈകെട്ടാ. ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചെന്ന് മനസ്സിലായാൽ പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റ്. പടച്ചവനെ, ഉർവ റളിയല്ലാഹു തആല അൻഹു വുളുവെടുത്തിട്ട് കടന്നു വരികയാണ്. അല്ലാഹുവേ, നിയ്യത്ത് ചെയ്തിട്ട് നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടുകയാണ്. അവിടുന്ന് ഫാത്തിഹ ഓതി പടച്ചവനെ സൂറത്ത് ഓതാൻ തുടങ്ങി. യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ. സൂറത്തുൽ മുസമ്മിലാണ് ഓതിയതെന്ന് ചരിത്രം പറയുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഓതാൻ തുടങ്ങിയപ്പോ നിസ്കാരത്തിനകത്തേക്ക് പ്രവേശിച്ചെന്ന് മനസ്സിലായപ്പോ വൈദ്യന്മാരെ കാല് മുറിക്കുകയാ. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല്, എന്റെ ചെറുപ്പക്കാരാ, മുറിച്ചു മാറ്റിയടാ മോനെ. ആ പച്ചയായ മനുഷ്യന്റെ കാലവിടന്ന് വെട്ടിമുറിക്കുകയാ. സുബ്ഹാനല്ലാഹ്. ഉർവ റളിയല്ലാഹു തആല അൻഹു അറിയുന്നില്ല. നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു കാലവിടന്ന് വെട്ടിമുറിച്ചു. ഉർവ റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിലാണ്. കാല് മുറിച്ചതറിഞ്ഞില്ല, കാല് മുറിച്ചു മാറ്റിയതറിഞ്ഞില്ല. പടച്ചവനെ, ഉർവതങ്ങൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. മുറിച്ച കാലിനകത്ത് നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ്. വൈദ്യന്മാർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. പടച്ചവനെ, കാല് മുറിച്ചതും രക്തമിങ്ങനെ പൈപ്പ് പൊട്ടികെട്ട് ഒഴുകുകയാണ്. പൈപ്പ് പൊട്ടികെട്ട് വെള്ളം ഒഴുകുന്നത് പോലെ മുറിച്ച കാലിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാ. വൈദ്യന്മാരെന്ത് ചെയ്തെന്നറിയോ? തന്നെ തിളപ്പിക്കുകയാണ്. രക്തം പെട്ടെന്ന് നിൽക്കാനുള്ള വഴിയാണ് തന്നെ തിളപ്പിച്ചിട്ട് ആ തന്നെ തിളപ്പിച്ച എണ്ണ കൊണ്ടുവന്നിട്ട് നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലുണ്ടല്ലോ, ആ മുറിച്ച കാലിലേക്ക് ആ തിളച്ച എണ്ണയങ്ങ് മുക്കുകയാ. ഉർവതങ്ങൾ അറിഞ്ഞില്ല വാപ്പാ, ഉർവതങ്ങൾ അറിഞ്ഞില്ല ചെറുപ്പക്കാരാ. സിനിമാ കഥയല്ലടാ പറയുന്നത്. ഉർവതങ്ങളുടെ ചരിത്രമാർക്ക് വേണമെങ്കിലും എടുത്ത് വായിച്ചു നോക്കാം. തിളച്ച എണ്ണ കാലിനകത്ത് മുക്കുമ്പോ ഉർവതങ്ങൾ ഓതുന്ന ആയത്തേതെന്നറിയോ? ഇന്നലെ അൻകാലം വജഹീമാ ഇന്നലദൈനാ അൻകാലം വജഹീമാ. നരകത്തെക്കുറിച്ച് പറയുന്ന ആയത്താണ്. നരകത്തെക്കുറിച്ച് പറയുന്ന ആയത്ത്. ആ ആയത്ത് ഓതിയിട്ട് ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തിളച്ച എണ്ണ ഇങ്ങനെ മുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അറിഞ്ഞില്ല ഉപ്പാ, ഇതെന്ത് നിസ്കാരമാവാപ്പാ, കാല്
മുറിച്ചു മാറ്റിയിട്ടറിഞ്ഞില്ലെങ്കിൽ, തിളച്ച എണ്ണ കൊണ്ടുവന്ന് കാലിലേക്ക് മുക്കിയിട്ടറിഞ്ഞില്ലെങ്കിൽ അതെന്ത് നിസ്കാരമാവാപ്പാ, അതെന്ത് നിസ്കാരമാ ചെറുപ്പക്കാരാ. ഉർവറളിയല്ലാഹു തആലാവിന്റെ കാലിൽ നിന്ന് രക്തമൊഴുകിയിട്ട് മഹാനവറുകൾ അവിടെ നിന്ന് തളർന്ന് താഴെ വീഴുകയാ. അവിടെ നിന്ന് തളർന്ന് താഴെ വീണു. പടച്ചവനെ ബോധം നഷ്ടപ്പെട്ടു. വൈദ്യന്മാര് മുറിവൊക്കെ വെച്ച് കെട്ടി. എന്നിട്ട് എല്ലാവരും കാത്തു നിൽക്കുകയാണ് ഉർവതങ്ങൾക്ക് ബോധം വരാൻ. ഉർവതങ്ങൾക്ക് ബോധം വരുമ്പോ കാല് മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞ സങ്കടമാകുമല്ലോ, സങ്കടമാകുമല്ലോ. അതുകൊണ്ട് അവര് വളരെ പ്രയാസത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാല് മുറിച്ചു മാറ്റിയെന്ന് എങ്ങനെയാണ് പറയുന്നത്? മഹാനവറുകൾക്ക് സങ്കടമാകുമെന്ന് കരുതിയിട്ട് എല്ലാവരും ഇങ്ങനെ മാറി നിൽക്കുമ്പോ ഒരാൾ ഓടി വരികയാണ്. ഉർവതങ്ങളുടെ കുടുംബക്കാരനാണ് ഓടി വരുന്നത്. എവിടെ ഉർവതങ്ങൾ, എവിടെ, എന്താണ് സംഭവമെന്ന് ചോദിക്കുമ്പോ കുടുംബക്കാരൻ പറയുകയാണ്, ഉർവതങ്ങളുടെ ഏറ്റവും ചെറിയ മകൻ അതാ കുതിരയുടെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു പോയി. തന്റെ ഏറ്റവും ചെറിയ മകൻ മരണപ്പെട്ടിരിക്കുകയാണ്. വൈദ്യന്മാർക്ക് വല്ലാത്ത സങ്കടമായി. കാല് മുറിച്ചു മാറ്റിയ വേദന. അതാ അടുത്ത പരീക്ഷണം കണ്ട പൊന്നാര മകനപടന്ന് മരണപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല. അവസാനം ഉർവതങ്ങൾക്ക് ബോധം വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ അങ്ങയുടെ കാല് മുറിച്ചു മാറ്റി തങ്ങള്. ഇന്നാലില്ലാഹ് അൽഹംദുലില്ലാഹ്. തന്റെ കാല് മുറിച്ചു മാറ്റി എന്ന് പറയുമ്പോൾ ഉർവതങ്ങൾ പറഞ്ഞ മറുപടി ഇന്നാലില്ലാഹ് അൽഹംദുലില്ലാഹ്. വൈദ്യന്മാർ അത്ഭുതപ്പെട്ടു. കുടുംബക്കാരൻ പറഞ്ഞു, തങ്ങള് ഏറ്റവും ചെറിയ മകന് മരണപ്പെട്ടു തങ്ങള്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും അത്ഭുതമായി. കാല് മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ്, മകന് മരിച്ചെന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ്. എന്തേതങ്ങള് കാല് മുറിച്ചു മാറ്റിയപ്പോൾ അൽഹംദുലില്ലാഹ് പറഞ്ഞത് എന്തിനാണ്? ഉർവതങ്ങള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹു രണ്ട് കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ, ഒരെണ്ണം ബാക്കി വെച്ചല്ലോ. അൽഹംദുലില്ലാഹ്. എന്തിനാ തങ്ങളെ പൊന്നുമോ മരിച്ചെന്ന് പറഞ്ഞപ്പോ അവിടെ അൽഹംദുലില്ലാഹ് പറഞ്ഞത്? അല്ലാഹു ഒരു മോനെയല്ലേ തിരിച്ചെടുത്തുള്ളൂ, ബാക്കി മക്കളെ ബാക്കി വെച്ചല്ലോ. അൽഹംദുലില്ലാഹ്. ഇത് പറഞ്ഞു കഴിയുമ്പോ ഉർവതങ്ങളിരുന്ന് കരയുകയാ, ഉർവതങ്ങളിരുന്ന് കരയുകയാ. കാല് മുറിച്ചു മാറ്റിയെന്ന് പറയുമ്പോ കരയാത്ത മനുഷ്യര്, തന്റെ പൊന്നാരമകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ കരയാത്ത മനുഷ്യര്. പടച്ചവനെ കരയുന്നത് കണ്ടപ്പോ വൈദ്യന്മാര് ചോദിച്ചു, എന്തിനാ തങ്ങളെ കരയുന്നത്? എന്തിനാ തങ്ങളെ കരയുന്നത്? കാല് മുറിച്ചത് കാരണമാണോ? മകൻ മരിച്ചത് കാരണമാണോ? ഉർവതങ്ങള് പറഞ്ഞു, അല്ല, ഇനി ഒരുപാട് നേരം അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. ഇനി രണ്ട് കാലില്ലല്ലോ, ഇനി രണ്ട് കാലില്ലല്ലോ, ഒറ്റ കാലല്ലേ ഉള്ളൂ. ഇനി അല്ലാഹുവിന്റെ മുമ്പിൽ പഴയതുപോലെ ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ, ആനന്ദം അനുഭവിക്കാൻ പറ്റില്ലല്ലോ. ആ സങ്കടം കൊണ്ടാണ് കരയുന്നതെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, സഹോദരാ, ഇങ്ങനെ നിസ്കരിച്ചിട്ട് എഴുന്നേക്കുന്നവനോടാണ് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നത്, നീ സ്വർഗത്തിലാ. ഇങ്ങനെ നിസ്കരിച്ചിട്ട് എഴുന്നേക്കണം. ഞാനൊക്കെ നിസ്കരിക്കുമ്പോ ഒരു ഉറുമ്പ് കടിച്ചാൽ ഞാൻ അറിയും. അല്ലാഹു എന്നെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു കൊതുവ് കടിച്ചാൽ നമ്മൾ അറിയും. ഒരു പ്രാണി നമ്മുടെ ചെവിയുടെ ഭാഗത്തുകൂടെ ഒന്നും ശബ്ദം വെച്ചുകൊണ്ടുപോയാൽ നമ്മൾ അറിയും.
ഉർവ റളിയല്ലാഹു തആല അൻഹു നിസ്കരിച്ചു കൊണ്ടിരുന്ന സമയം കാല് മുറിച്ചു മാറ്റിയിട്ട് അറിഞ്ഞില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മൾ കാണിക്കുന്ന എന്താന്ന് ചിന്തിക്കും. നമ്മുടെ നിസ്കാരം കാണുമ്പോ ഇബ്ലീസ് തന്നെ മാറി നിന്ന് ചിരിക്കും, ഇവ എന്തു അല്ലാഹ് കാണിക്കണേ. നമ്മുടെയൊക്കെ നിസ്കാരം കാണുമ്പോ ഇബ്ലീസിന് തന്നെ ചിരി വരും. അതാ നമ്മുടെ നിസ്കാരം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന നന്മ ഇതാ. നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന നന്മ നമ്മൾ എന്ത്